بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. നാം ഖുർആൻ ക്ലാസ്സിലാണുള്ളത്. സൂറത്തുൽ ഫാത്തിഹയിലെ ബിസ്മിയെ കുറിച്ചായിരുന്നു നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചർച്ച. ഞാനിന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബറക്കത്തുൽ ബസ്മല, ബിസ്മിയുടെ ബറക്കത്ത്, അതേപോലെ ഫളായിലുൽ ബസ്മല, ബിസ്മിയുടെ പോരിശകൾ, ഈ രണ്ട് വിഷയത്തിൽ ഊന്നിക്കൊണ്ടാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ബിസ്മി അള്ളാഹുവിൻ്റെ ഖദീമായ കലാമാണ്. മതപരമായി പ്രാധാന്യമുള്ള കാര്യത്തിന്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലുന്നത് ബറക്കത്തിന് വേണ്ടിയാണ്, ഐശ്വര്യത്തിന് വേണ്ടിയാണ്. ബിസ്മി ചൊല്ലിയില്ലെങ്കിൽ ബറക്കത്തുണ്ടാവുകയില്ലെന്ന് ഹദീസിൽ നാം പഠിച്ചു. നിരവധി ഹദീസുകൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ച് നാം പറഞ്ഞു. വളർച്ച, ഉയർച്ച, പുരോഗതി, ഉന്നതി, വിജയം, സൗഭാഗ്യം, സമൃദ്ധി എന്നൊക്കെയാണ് ബറക്കത്തിന്റെ ഭാഷാർത്ഥം. മതപരമായ നന്മയിലുള്ള സമൃദ്ധിയും പുരോഗതിയുമാണ് നാം ലക്ഷ്യമാക്കുന്ന ബർക്കത്ത്. മതപരമായ നന്മയിലുള്ള സമൃദ്ധിയും പുരോഗതിയുമാണ് നാം ബറക്കത്ത് കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ബിസ്മി കൊണ്ട് നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോൾ അതിൽ പുരോഗതിയും സമൃദ്ധിയും ഉണ്ടാകും. പൈശാചിക ശല്യങ്ങൾ ഒഴിവായി കിട്ടും. കഴിക്കുന്ന ഭക്ഷണം വേണ്ടതുപോലെ ഗുണം ചെയ്യും. ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിക്കുമ്പോൾ പിശാച് കൂടെ കഴിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. സംയോഗം ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലിയില്ലെങ്കിൽ പിശാച് അവന്റെ ലിംഗത്തിൽ ചുരുണ്ടുകൂടി അവരും സംയോഗം ചെയ്യുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ബിസ്മി ചൊല്ലാൻ നിർദ്ദേശിച്ച കാര്യങ്ങൾ ബിസ്മി ചൊല്ലാതെ ചെയ്യുമ്പോൾ പിശാചിന്റെ സാന്നിധ്യമുണ്ടാകും. ഇത്തരം ഹദീസുകളെ അവയുടെ യഥാർത്ഥ അർത്ഥത്തിലും ആലങ്കാരിക പ്രയോഗമായും വിലയിരുത്തുന്നവരുണ്ട്. ഫളായിലുൽ ബസ്മല, ബിസ്മിയുടെ പോരിശകൾ. ബിസ്മിയുടെ നിരവധി പോരിശകൾ പണ്ഡിതന്മാർ വിവരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീറിന്റെ 1-ാം വാള്യത്തിലെ 152-ാം പേജിൽ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു ചരിത്രവും പറയുന്നുണ്ട്. ബിസ്മിയുമായി ബന്ധപ്പെട്ട, ബിസ്മിന്റെ ഫളായിലുമായി ബന്ധപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു ചരിത്രം പറയുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് രോഗമായി. വയറിന്റെ വേദന കഠിനമായപ്പോൾ അള്ളാഹുവിനോട് വേവലാതി പറഞ്ഞു. അപ്പോൾ അള്ളാഹു തആല മരുഭൂമിയിലുള്ള ഒരു സസ്യം പറഞ്ഞു കൊടുത്തു. അത് ഭക്ഷിച്ചപ്പോൾ അള്ളാഹു തആലയുടെ അനുമതിയോടെ
അദ്ദേഹത്തിന്റെ അസുഖം പൂർണ്ണമായും ഭേദമായി. മറ്റൊരു സമയത്ത് അതേ രോഗം അദ്ദേഹത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം നേരത്തെ കഴിച്ച അതേ മരുന്ന് തന്നെ കഴിച്ചു നോക്കി. പക്ഷേ രോഗം കൂടുകയാണ് ചെയ്തത്. അപ്പോൾ കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, എന്റെ രക്ഷിതാവേ, ആദ്യം ഞാൻ ആ മരുന്ന് കഴിച്ചപ്പോൾ എന്റെ രോഗം സുഖമായി. രണ്ടാമത് കഴിച്ചപ്പോൾ എന്റെ രോഗം കൂടുതലാവുകയും ചെയ്തല്ലോ. അപ്പോൾ അല്ലാഹു തആല മറുപടി പറഞ്ഞു, ആദ്യം എന്റെ നിർദ്ദേശപ്രകാരമാണ് നിങ്ങൾ ആ മരുന്ന് കഴിച്ചത്, അതിനാൽ രോഗം സുഖമായി. രണ്ടാമത് നിങ്ങളുടെ അഭിപ്രായ പ്രകാരമാണ് നിങ്ങൾ ആ മരുന്ന് കഴിച്ചത്, അതിനാൽ രോഗം മൂർജിച്ചു. താങ്കൾക്കറിയില്ലേ, ദുന്യാവ് മുഴുവനും കൊന്നുകളയുന്ന വിഷമാണ്. അതിനുള്ള മരുന്ന് എന്റെ നാമമാണ്, എന്റെ നാമമായ ബിസ്മിയാണ്. അന്ന ദുന്യാ കുല്ലഹാ സുമ്മുൻ കാത്തിരുൻ, ദുന്യാവ് മുഴുവനും കൊന്നുകളയുന്ന വിഷമാണ്. വത്രിയാഖുഹാ ഇസ്മി, അതിനുള്ള മരുന്ന് എന്റെ നാമമാണ്. ഈ സംഭവം ബഹുമാനപ്പെട്ട ഇമാമുർ റാസി ഇമാമ് തന്റെ തഫ്സീറിന്റെ 1-ാം വാള്യത്തിലെ 152-ാം പേജിൽ പറഞ്ഞതായിട്ട് കാണാം. ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? മൂസ നബിയോട് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ദുനിയാവ് മുഴുവനും കൊല്ലുന്ന വിഷമാണ്, അതിന്റെ മരുന്ന് എന്റെ നാമമാണ്. അപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ പോരിശയാണ് അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉം മിനസ് സുമ്മ് എന്ന ഹദീസ് ഞാൻ നേരത്തെ ചർച്ച ചെയ്തിരുന്നു. ഫാത്തിഹ എല്ലാ വിഷത്തിൽ നിന്നുമുള്ള ശിഫയാണ്. അപ്പോ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു തആല ദുനിയാവ് മുഴുവൻ കൊന്നുകളയുന്ന വിഷമാണെന്നും അതിന്റെ മരുന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആണെന്നും ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞതായ സംഭവം തഫ്സീറുർ റാസിയിൽ വിവരിക്കുന്നു. അതേപോലെ അതേ പേജിൽ തന്നെ റാസി ഇമാം പറഞ്ഞതായി കാണാം, ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹായുടെ ചരിത്രം. മഹദിയായ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹ രാത്രി നിസ്കാരത്തിൽ കഴിച്ചുകൂട്ടി. തഹജ്ജുദ് നിസ്കാരത്തിൽ രാത്രി നിസ്കാരത്തിലായി കഴിച്ചുകൂട്ടി ബഹുമാനപ്പെട്ട റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹ. പ്രഭാതമായപ്പോൾ മഹദി ഉറങ്ങിപ്പോയി. ആ തക്കം നോക്കി മഹദിയുടെ വീട്ടിൽ കള്ളൻ കയറി മഹദിയുടെ വസ്ത്രങ്ങളെല്ലാം എടുത്തു. പുറത്തിറങ്ങാൻ വാതിൽ നോക്കുമ്പോൾ കാണുന്നില്ല, വാതിൽ എവിടെയാണെന്ന് അറിയുന്നില്ല. മോഷ്ടിച്ച വസ്ത്രങ്ങൾ വീട്ടിൽ തന്നെ വെച്ചപ്പോൾ വാതിൽ കാണുന്നു. ഇതുപോലെ 3 പ്രാവശ്യം തുടർന്നു. വസ്ത്രങ്ങൾ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയാൽ വാതിൽ കാണില്ല. വസ്ത്രങ്ങൾ ഒരു ഭാഗത്ത് വെച്ചാൽ വാതിൽ തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു, കാണുന്നു. അപ്പോൾ വീടിന്റെ മൂലയിൽ നിന്ന് ആ കള്ളൻ ഒരു അശരീരി കേൾക്കുന്നു, വസ്ത്രം താഴെ വെച്ച് പുറത്തിറങ്ങുക. നിശ്ചയം തീർച്ചയായും ഹബീബ് ഉറങ്ങുകയാണെങ്കിലും രാജാവ് ഉണർന്നിരിക്കുകയാണോ? ഹബീബ് ഉറങ്ങുകയാണെങ്കിലും രാജാവ് ഉണർന്നിരിക്കുകയാണ്.
ഫൈന്നാമൽ ഹബീബു ഫൽ സുൽത്താനു യഖ്ലാൻ. ഇമാം റാസി തഫ്സീറുൽ കബീറിൽ പറഞ്ഞതായി കാണാം, ഹബീബ് ഉറങ്ങുകയാണെങ്കിലും രാജാവ് ഉണർന്നിരിക്കുകയാണ് എന്ന് ആ കള്ളനോട് കള്ളൻ ഒരു അശരീരി ശബ്ദം ആ വീടിന്റെ മൂലയിൽ നിന്ന് കേട്ടു. ഈ സംഭവം ബഹുമാനപ്പെട്ട ഇമാം റാസി തന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. അഥവാ മഹദി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തിൽ ആ കഥ കടച്ചതായിരുന്നു. ആ ബിസ്മിയുടെ പോരിശയാണ് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ആ കള്ളന് ആ വീട്ടിലെ വസ്തുക്കൾ കക്കാൻ കഴിഞ്ഞില്ല. അതിന് കാവലായി പരിചയായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് നിന്നു. ഇതേപോലെ നിരവധി സംഭവങ്ങൾ ഇമാം റാസി തന്നെ തന്റെ തഫ്സീറിൽ പറഞ്ഞതായിട്ട് കാണാം. അല്ലാഹു തആലയുടെ ആരിഫീങ്ങളിൽപ്പെട്ട ആത്മീയ വിജ്ഞാനം നൽകപ്പെട്ട ചിലർ ആടുകളെ മേയ്ക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ആരിഫിന്റെ ആട്ടിൻകൂട്ടത്തിലേക്ക് ചെന്നായ്ക്കൾ ഇറങ്ങി വന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ആടുകളെ യാതൊരു വിധത്തിലും ഉപദ്രവിച്ചില്ല. ആ സമയം അതുകണ്ട ഒരാൾ അതിലേക്ക് കടന്നുപോയി. അയാൾ ആട്ടിടയനെ വിളിച്ചു ചോദിക്കുന്നു, ആടുകളും ചെന്നായ്ക്കളും തമ്മിൽ സന്ധിയായത് എന്നു മുതൽക്കാണോ? അപ്പോൾ ആട്ടിടയൻ മറുപടി നൽകി, ആട്ടിടയൻ അല്ലാഹുമായി സന്ധിയിലായ സമയം മുതൽ, അഥവാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അദ്ദേഹം ഏർപ്പെടുന്ന ജോലിയിൽ പ്രവേശിച്ചത് മുതൽക്ക് അള്ളാഹുവിന്റെ കാവൽ അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട് എന്നാണ് ഈ സംഭവത്തിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത്. ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്, ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ ഫളായിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബിസ്മിയുടെ ഫളലനുസരിച്ച് അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഉടനീളം എല്ലാ സൽക്രമങ്ങൾ തുടങ്ങുമ്പോഴും എല്ലാ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി തുടങ്ങാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.